എനിക്ക് ഈ ഒരു നടനെ ഡയറക്റ്റ് ചെയ്യണം, അയാൾ എൻ്റെ പടത്തിൽ വേണമെന്ന് തോന്നുന്നൊരു നടനെ അതായിരിക്കും? ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഇവരെ വെച്ച് സിനിമ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ നമുക്ക് അത്രയും സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ എം ഷുവർ നിങ്ങൾ ഏതൊരു സംവിധായകനോട് ചോദിച്ചാലും അയാളെ വെച്ച് ഇന്നാളെ വെച്ച് എനിക്ക് സിനിമയെ ചെയ്യണ്ട എന്ന് പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും തോന്നുന്നു. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിപ്പോൾ ഒരുപാട് ആക്ടേഴ്സിനെ എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നാറുണ്ട്. അറിയില്ല, അങ്ങനെ ഒരു ഞാൻ ലൂസിഫർ ഉൾപ്പെടെ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാം എന്ന ചിന്തയിൽ നിന്നുണ്ടായ സിനിമയല്ല അത്. അപ്പോൾ അടുത്ത എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥ വരുമ്പോൾ ആ കഥയിൽ കറക്റ്റ് ആണെന്ന് തോന്നുന്ന ഏത് ആക്ടറാണോ അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അതിനോട് ആഡ് ഓൺ ചെയ്യാനാണ് ഇപ്പൊ ഒരുപാട് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സിനിമ റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഗമായിരിക്കും. എന്റെ ആ ചോദ്യം എന്നോട് ആരും ചോദിച്ചു. ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഏതെങ്കിലും ഒരു സിനിമ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറയൂ. ഞാൻ പറഞ്ഞൊരു സിനിമയുടെ പേര് വർക്കാം. അത് ശരിക്കും ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഇപ്പോഴും ആഗ്രഹമുണ്ടോ? കാരണം ആ ക്യാരക്ടർ ഭയങ്കര ഒരു കിടിലൻ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉള്ളതാണല്ലോ. എനിക്ക് ആക്ച്വലി റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ല ഒരു സിനിമയും. എന്നാൽ ചോദ്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. പിന്നെ ഓഫ്കോഴ്സ് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്നിപ്പോ എന്റെ സിനിമയ്ക്ക് പറ്റുന്ന ബഡ്ജറ്റിലും കാര്യങ്ങളിലും ഒക്കെ അന്നത്തെ കാലത്ത് എന്റെ കരിയറിന്റെ ആ സ്റ്റേജിൽ അതൊരു വലിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാലും അന്ന് ഒരുപാട് ലിമിറ്റേഷൻസുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമ, ആ വിഷയം, ആ കഥാപാത്രം, അത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്നത്തെ മലയാള സിനിമാ ലോകത്ത് ഒന്നുകൂടെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ആ സിനിമ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് എല്ലാ പഴയ സിനിമകൾക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടത് എനിക്കങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ ഉള്ളൂ. സോളമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് തന്നെ അവെയർ ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വർക്കാമെന്ന് ഉത്തരം പറഞ്ഞു മാത്രം. ചിലതൊക്കെ കാണാറുണ്ട്, കാണുമ്പോൾ നല്ല രസം തോന്നാറുണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തൊരു സിനിമ ഇപ്പൊ എനിക്ക് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തൊരു സിനിമയുടെ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മൾ വന്നിങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ ഷൂട്ട് ചെയ്തത് അതിന്റെയൊക്കെ ഓർമ്മകളാണ് വരാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോർ ഓഫൻ ദാൻ നോട്ട് ഒരു പ്ലസന്റ് മെമ്മറിയാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് കുറെ കുഞ്ഞു സ്വപ്നക്കൂടിലെ കഥാപാത്രത്തിന്റെ കുറെ സീനുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ, അപ്പൊ ചിലതൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് പോണ്ടിച്ചേരിയില് ചാക്കോച്ചനും ജയസൂര്യയും ഞാനും ജാസ്മിനും ഭാവനയും എല്ലാവരും ഒരുമിച്ച്, വിജീഷും ഒക്കെ ഒരുമിച്ച്, ഹനീഫൊക്കെ കുറെ നാൾ സ്പെൻഡ് ചെയ്ത ആ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് നൈസ് റെക്കോർഡ്. അത് തോന്നാറുണ്ട്. ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ ഞാനൊരു സംവിധായകനായതിൽ പിന്നെ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നിവൃത്തിയുണ്ടായ പണി ചെയ്യാതിരിക്കാൻ തിരിച്ചറിവ് എനിക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ സംവിധാനം ചെയ്യുന്ന സിനിമകൾ ഒഴികെ ബാക്കി സിനിമകളിൽ എനിക്ക് ആ ഏരിയ തന്നെ താല്പര്യമില്ല. എന്നോട് സംവിധായകൻ എന്ത് ചെയ്യാൻ പറയുന്നു അത് ഞാൻ ചെയ്യും. എനിക്ക് അത്ര മതി. നിങ്ങൾ കണ്ടിട്ട് പറയും, സിനിമ കണ്ടിട്ട് പറയും, 9 സിനിമ ഇറങ്ങുള്ളൂ, ഇയാൾ കൊള്ളാവില്ല നിങ്ങൾ പറയും. രാജേട്ടാ, ഇവിടെ നേരത്തെ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഓണത്തിന് രാജേട്ടന്റെ ഖലീഫ് ഇറങ്ങുന്നുണ്ട്, ദുൽഖറിന്റെ 3 വർഷത്തിന് ശേഷം അയാം ഗെയിം ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നീം ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് ഈ ക്ലാഷ് റിലീസ് ഇറങ്ങുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ലാഷ് റിലീസിനെ രാജേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനും ആഘോഷിക്കാം, ഞാനും ആഘോഷിക്കാം. എല്ലാ സിനിമകളും നന്നാവട്ടെ. നിങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണം ഓണം സമയത്ത്. ഇത് 3 അല്ലാതെ വേറെ ഏതൊക്കെ സിനിമ? ടോക്സിക് ഉണ്ട്. എല്ലാ സിനിമയും പറ്റിയാൽ കാണോട്ടോ. നല്ല ചിലവാന്നറിയാം, പക്ഷെ എന്നാലും എല്ലാ സിനിമയും പറ്റിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമാണ് നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഖലീഫ കാണണം. ഓക്കെ.